രാധേ രാധേ. അസാധാരണമായ ചില പ്രണയബന്ധങ്ങളിൽ കുടുങ്ങുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല സുന്ദരനായിട്ടുള്ള ഒരുവൻ ഒട്ടും സൗന്ദര്യമില്ലാത്ത പെണ്ണിനെ, അല്ലെങ്കിൽ സുന്ദരിയായ പെണ്ണ് അത്രത്തോളം സൗന്ദര്യമില്ലാത്ത പുരുഷനെ, നല്ല ഉയർന്ന നിലയിൽ സാമ്പത്തികമായും ഒക്കെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആള് സാമ്പത്തികമായി തീരെ താണ നിലയിൽ നിൽക്കുന്ന പെണ്ണിനെയോ പുരുഷനെയോ, അല്ലെങ്കിൽ ജാതിയിൽ ഉയർന്നു നിൽക്കുന്നു. അത് നമ്മുടെ ഒരു സങ്കല്പമാണ്. അതൊക്കെ ഉയർന്നു നിൽക്കുന്നത് അതേ ജാതിയിൽ താണു നിൽക്കുന്നു എന്ന് സമൂഹത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള ഇത് അതേ കണക്ക് തന്നെ എന്താ പറയുന്ന പദവിക്ക് ചിലപ്പോൾ നമുക്ക് ചേരാത്ത, നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ഡോക്ടർ. ആ പെൺകുട്ടി ഡോക്ടറാണ്. അതിനെ എന്താ പറയേണ്ടത്, ഓട്ടോ ഡ്രൈവറുമായിട്ട് സ്നേഹമായി ഒളിച്ചോടി പൊക്കളഞ്ഞു. അതേ കണക്ക് തന്നെ ഒരു ഡോക്ടർ തന്നെ അവിടുത്തെ മെയിൽ നേഴ്സുമായിട്ട് സ്നേഹമായിട്ടുള്ള സംഭവം. ചിലരാകട്ടെ ഒരു കുട്ടികളുള്ളവരുമായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടും. അങ്ങനെ വിചിത്രമായ അസാധാരണമായ സ്നേഹബന്ധങ്ങളിൽ ചെന്ന് പെടുന്നവരുടെ ഏതൊക്കെ തീയതികളിൽ ജനിച്ചവരാണ്? ഫെബ്രുവരി 2, 11, 20, 29. അവർക്ക് പ്രണയം ഒരു ആദർശമാണ്. പക്ഷെ അപ്പുറം നിൽക്കുന്ന ആൾക്ക് അത് വരണമെന്നില്ല. ഫെബ്രുവരി 6, 15, 24 അവർക്ക് സ്നേഹം ഒരു ദൗർബല്യമാണ്. സ്നേഹത്തിന് വേണ്ടി എന്ത് ത്യാഗവും അവർ ചെയ്യും. മെയ് 3, 12, 21, 30 ആദർശ പ്രണയത്തിന്റെ വക്താക്കളാണ്. ജൂൺ 1, 10, 19, 28. ഓഗസ്റ്റ് 2, 11, 20, 29 അതും ആദർശ സ്വഭാവമാണ്. വളരെ വിചിത്രമായ അനുഭവങ്ങളായിരിക്കും അവർക്ക്. ഓഗസ്റ്റ് 3, 12, 21, 30 അവരുടെ പ്രണയബന്ധത്തിൽ പലപ്പോഴും നിരാശയായിരിക്കും ഫലം. ഓഗസ്റ്റ് 4, 13, 22, 31 അവരുടെ പ്രണയബന്ധം നിരാശയും കണ്ണീരും ഒക്കെ കലർന്നതായിരിക്കും. ഓഗസ്റ്റ് 7, 16, 25 അസാധാരണമായ പ്രണയമാണ്. വിമർശനം ക്ഷണിച്ചു വരുത്തും. അവിവാഹിതൻ ഒരു കുട്ടിയുള്ള സ്ത്രീയുമായിട്ടുള്ള ബന്ധം, അങ്ങനെ തന്നേക്കാൾ പ്രായം കൂടുതലുള്ളത്, അങ്ങനെ അസാധാരണമായ പ്രണയം. ഓഗസ്റ്റ് 9, 18, 27 ഇവരും പലപ്പോഴും അവർക്ക് ചേരാത്ത പ്രണയബന്ധത്തിൽപ്പെട്ട് വിഷമിക്കുന്നതായിരിക്കും. ഇത് മനസ്സിലാക്കിയിരിക്കുക. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.